ഭർത്താവിന് അവിഹിതമെന്ന് സംശയം. ഉറങ്ങിക്കിടന്നപ്പോൾ ഭർത്താവിന്റെ ജനനേന്ദ്രിയം അരിവാളുകൊണ്ട് വെട്ടിമാറ്റി. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ നടന്ന സംഭവമാണ്. ദ്രൗപതി ഭായ് എന്ന സ്ത്രീയാണ് ഈ കേസിലെ പ്രതി. ഭർത്താവിന് അവിഹിത ബന്ധമുണ്ട് എന്ന് സംശയിച്ചാണ് അയാൾ ഉറങ്ങിക്കിടന്നപ്പോൾ ആ ഭർത്താവിനെ അവൾ ഒരു അരിവാൾ കൊണ്ട് ആക്രമിക്കുന്നു. ഉറങ്ങിക്കിടന്ന ഭർത്താവിന്റെ ജനനേന്ദ്രിയം മുറിച്ചു മാറ്റുകയായിരുന്നു വളരെ പെട്ടെന്ന് ആ യുവതി. എന്താണെങ്കിലും ആ യുവതിയെ, ആ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയാണ് ഈ രാജേഷ് കൗശിക്. അയാളാണ് ഈ ആക്രമണത്തിനിരയായത്. ഗുരുതരാവസ്ഥയിലായിരുന്നു അയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ ചികിത്സയിലാണ്. ഈ ദമ്പതികൾ തമ്മിൽ കുറച്ചു കാലങ്ങളായി കുടുംബകലഹം പതിവായിരുന്നു എന്നാണ് അയൽവാസികളും ബന്ധുക്കളുമൊക്കെ പറയുന്നത്. ഈ ദ്രൗപതി ഭായിക്ക് അവരുടെ ഭർത്താവിനെ അയാൾക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ട് എന്നുള്ള വലിയ സംശയമാണ്. ഇക്കാര്യത്തിൽ പലപ്പോഴും അവിടെ തർക്കങ്ങളും വഴക്കുമൊക്കെ ഉണ്ടാകാറുണ്ട് എന്ന് അവർ പോലീസിന് മുന്നിൽ സമ്മതിക്കുകയും ചെയ്തു. ഇനി ആ രാത്രി അവർ ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചതും അതിനുശേഷം അവർ ഒരുമിച്ച് ഉറങ്ങാൻ കിടന്നതുമാണ്. പക്ഷേ ഈ പക ഉള്ളിലിട്ട് കൊണ്ട് നടന്ന ആ സ്ത്രീ രാത്രി വൈകുന്ന നേരത്ത് അയാൾ നല്ല ഉറക്കത്തിലാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു അരിവാൾ എടുത്തുകൊണ്ട് വന്ന് ആക്രമണം നടത്തുകയായിരുന്നു. അയാളുടെ ജനനേന്ദ്രിയം മുറിഞ്ഞ് പൂർണ്ണമായും വിച്ഛേദിച്ചു പോവുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റു അയാൾക്ക്. ആ പരിക്കേറ്റ രാജേഷ് സഹായത്തിനായി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ആ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റോടി. മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടിയ അയാളുടെ നിലവിളി കേട്ട് ഇവരുടെ തന്നെ പ്രായപൂർത്തിയാകാത്ത മകൻ എണീറ്റു. ആ മകനാണ് ബന്ധുക്കളെ വിവരം അറിയിച്ചതും. അങ്ങനെ കുടുംബാംഗങ്ങൾ എത്തിയാണ് ഈ രാജേഷിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. പോലീസ് അങ്ങനെ വിവരം അറിഞ്ഞു. പോലീസ് സ്ഥലത്തെത്തി. കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ പോലീസിന് മുന്നിൽ ആ സ്ത്രീ കാര്യങ്ങൾ ഓരോന്നായി എണ്ണി പറഞ്ഞു. ഉടൻ തന്നെ അവരെ കസ്റ്റഡിയിലെടുത്തു. പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ എപ്പോഴും നിരന്തരമായിട്ടുണ്ടാകുന്ന ഈ കുടുംബ വഴക്കുകളും ഈ അവിഹിത ബന്ധത്തെക്കുറിച്ചുള്ള തന്റെ സംശയവുമാണ് ഇങ്ങനെയൊരു ആക്രമണത്തിന് പ്രേരിപ്പിച്ചതെന്ന് അവർ തന്നെ പോലീസിനോട് പറഞ്ഞു. എന്നാലും പ്രതിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. भाटा क्षेत्र का मामला है जिसमें पति पत्नी का आपस में विवाद हुआ। तो विवाद में महिला ने आवेश में आकर उसके ऊपर हंसिया से हमला कर दिया था। तो इसमें जो पति है उसको इलाज हेतु हॉस्पिटल में एडमिट कराया गया है। महिला को हिरासत में लिया गया है और उसके विरुद्ध थाना चकरभाठा में अपराध पंजीबद्ध किया जा रहा है और वैधानिक कार्रवाई की जा रही है. അമിതമായി രക്തം വാർന്ന നിലയിലാണ് രാജേഷ് എന്ന യുവാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്താണെങ്കിലും ഒരു സംശയത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഈ ഭാര്യയും ഭർത്താവിനും ഇടയിൽ ഉണ്ടാകുന്ന സംശയരോഗങ്ങൾ ഒരുപാട് കുറ്റകൃത്യങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ തന്നെ ഇവിടെയും സംഭവിച്ചു. തൻ്റെ ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിലാണ്, അവിഹിതമാണ് എന്നുള്ള അവരുടെ സംശയമാണ് ഇത്തരമൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.